പ്രസ് സ്റ്റോപ്പിൽ ഇന്ന് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തൊട്ട് മുമ്പ് സംസാരിച്ച പാറ്റ പാർട്ടി തൊട്ട് പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് പത്രങ്ങളിൽ കാണാൻ കഴിയും. നമുക്ക് വളരെ വേഗത്തിൽ അത് പരിശോധിച്ച് വരാം. മാധ്യമ പത്രത്തിൽ ഇന്നത്തെ ഒന്നാമത്തെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് UAPA ജാമ്യ തർക്കം വിശാല ബെഞ്ചിന് വിട്ടു എന്നുള്ളതാണ്. പൗരത്വ സമരത്തിന് ഇറങ്ങിയത് ഡൽഹി കലാപ ഗൂഢാലോചന കുറ്റം ചുമത്തി ജയിലിലടച്ച ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നൽകാത്ത സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതിയുടെ തന്നെ അതിനിശിതമായ വിമർശനം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിലാണ് വിമർശനമേറ്റ ബെഞ്ചിലെ ജസ്റ്റിസ് അരവിന്ദ് കുമാർ കൂടി ഉൾപ്പെടുന്ന ബെഞ്ച് വിഷയം വിശാല ബെഞ്ചിന് വിട്ടത്. സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ചിന്റെ വിധിക്ക് മറ്റൊരു ബെഞ്ച് എതിരഭിപ്രായത്തിലൂടെ മറുപടി പറയുകയല്ല വേണ്ടതെന്ന് ആണ് അതിന് അവർ നിലപാടെടുത്തത്. അതായത് UAPA ചുമത്തി അവർ ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവർ ഒരു കുറ്റാരോപിതരായി തന്നെ എത്ര കാലം ജയിലിൽ കിടക്കണം, അവർക്ക് ജാമ്യം നൽകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഭരണഘടനാപരമായി തന്നെ ആ കാര്യം പരിശോധിക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട മാധ്യമം ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമിയും സമാനമായി തന്നെ ആ വാർത്തയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നത്. വിയോജിപ്പിനെ തുടർന്ന് വിശാല ബെഞ്ച് എന്നാണ് അവർ അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വിശാല ബെഞ്ച് പരിഗണിക്കുന്നത് UAPA കേസുകളിൽ വിചാരണ വൈകുന്നത് ജാമ്യത്തിന് അടിസ്ഥാനമാക്കണോ എന്നാണ്. അതായത് UAPA കേസുകളിൽ കാലാകാലങ്ങളായി വർഷങ്ങളോളം വിചാരണ തുടരുകയും ആ വിചാരണ വൈകുന്ന കാലയളവിലൊക്കെ ആ കുറ്റാരോപിതരായ ആളുകൾ ജയിലിൽ തുടരണോ എന്നുള്ള കാര്യത്തിൽ മറ്റ് കേസുകളിൽ അങ്ങനെയല്ല, അതുകൊണ്ട് തന്നെ ഈ കേസിലും അങ്ങനെ തുടരേണ്ടതുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നുള്ളതാണ് മാതൃഭൂമിയിൽ വന്നിരിക്കുന്ന വാർത്തയിൽ സുപ്രീം കോടതി പറഞ്ഞ കാര്യമായി പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമിയും ഒന്നാം പേജിൽ ആ വാർത്ത കൊടുക്കുന്നു. സ്വാഭാവികമായി തൊട്ട് മുൻപ് പറഞ്ഞ പോലെ തന്നെ നീറ്റ് പരീക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനം കേന്ദ്ര സർക്കാർ വാങ്ങിയ ഘട്ടത്തിൽ തന്നെ മറ്റൊരു വാർത്ത മലയാള മനോരമ ഇന്ന് ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നു. CBSEയുടെ +2 മൂല്യനിർണ്ണയത്തിലെ വീഴ്ചകൾ പുറത്തു വന്നിരിക്കുന്നു. കറക്കി കുത്തി എന്നാണ് അതിന് മനോരമ ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നത്. ഉത്തരക്കടലാസ് പകർപ്പുകൾ അവ്യക്തം, സ്കാനിങ്ങിലെ പിഴവ് ഫലത്തെ ബാധിച്ചെന്ന് വിദ്യാർത്ഥികൾ. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് നടത്തിയ ഉത്തരക്കടലാസുകൾ തിരിച്ചെടുത്തപ്പോൾ സ്കാനിങ്ങിലെ അപാകത മൂലം വ്യക്തമല്ലാത്ത ഉത്തരങ്ങൾക്ക് 0 മാർക്ക് നൽകിയെന്ന് കാണിച്ച് വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ചിത്രമാണ് അത് കൊടുത്തിട്ടുണ്ട്. തീയതി വീണ്ടും നീട്ടി, വെബ്സൈറ്റിൽ സർവത്ര അബദ്ധം. അങ്ങനെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വീണ്ടും ഉയരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മനോരമ പറയുന്നു. നേരത്തെ നീറ്റ് പരീക്ഷയായിരുന്നെങ്കിൽ ഇപ്പോൾ +2 മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സുപ്രഭാതം പത്രത്തിലെ വാർത്ത എന്ന് പറയുന്നത് നീറ്റാക്കാൻ ഒറ്റ പരീക്ഷ എന്നാണ്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഏകീകൃത പ്രവേശന പരീക്ഷയ്ക്ക് ആലോചന. പ്രായപരിധിയും എഴുതാവുന്ന തവണകളും നിയന്ത്രിക്കും. പരീക്ഷ ഒന്നിലധികം ഘട്ടങ്ങളാക്കാനും ആലോചന. അങ്ങനെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ നീക്കങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യമാണ് സുപ്രഭാതം ഒന്നാമത്തെ പേജിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് മനോരമയുടെ മറ്റൊരു ഹെഡ്ലൈൻ ഉള്ളത്. പാറ്റ പണി തുടങ്ങി എന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി ഡിജിറ്റൽ ക്യാമ്പയിൻ. 6 മണിക്കൂറിനകം 4.5 ലക്ഷം പേരുടെ പിന്തുണ. ബംഗളൂരുവിൽ നാളെ മനുഷ്യച്ചങ്ങല എന്നൊരു അഭ്യൂഹം. പക്ഷേ ആ വാർത്ത തള്ളിക്കൊണ്ട് ഇപ്പോൾ ഈ പാറ്റ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇപ്പോൾ അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ആ വാർത്ത കൂടി ഇതിന് ഇടയിൽ പറഞ്ഞു പോകുന്നു. അത്തരത്തിലൊരു കാര്യം കൂടി സംഭവിക്കുന്നു രാജ്യത്ത് എന്നുള്ളതാണ്. മാതൃഭൂമി അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് പാറ്റയ്ക്ക് പിന്നാലെ എന്നാണ്. കോക്രോച്ച് പാർട്ടി സ്ഥാപകന് വധഭീഷണി, CJP പാകിസ്ഥാനിലേക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി വരുന്നു. CJPയുടെ ലക്ഷ്യം എന്താണെന്നുള്ള വലിയൊരു ചിത്രം കൂടി കൊടുത്തുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയായും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടയിൽ കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റു പത്രങ്ങളിൽ കാണാത്തൊരു വാർത്ത ഇന്ന് സിറാജിൽ കാണാം. അത് എബോള ഭീഷണി കേരളത്തിലും എന്നാണ്. കൊച്ചി വിമാനത്താവളത്തിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. 3 ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡുകൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നു. രോഗലക്ഷണം കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് കാരണം വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ മലയാളികളായിട്ടുള്ള ആളുകൾ ഉള്ളത് കൂടിയാണ് അത്തരത്തിലൊരു വാർത്തയ്ക്ക് പ്രധാനമായും കാരണമായി വന്നിട്ടുള്ളത്. ചന്ദ്രികയിലുള്ള വാർത്ത അന്വേഷണം അട്ടിമറിച്ചും രക്ഷാപ്രവർത്തനം എന്നാണ്. ഗൺമാനെതിരായി അന്വേഷണ റിപ്പോർട്ട് തിരുത്തി. ആദ്യ അന്വേഷണം നടത്തിയ എസ്ഐയും പോലീസുകാരും മൊഴി നൽകി. SIT റിപ്പോർട്ട് ഉടൻ DGPക്ക് കൈമാറും എന്നാണ്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചു എന്നാണ് ഇന്നിപ്പോൾ ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നത്.
മംഗളം പത്രത്തിൽ മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട തന്നെ മറ്റൊരു വാർത്തയാണ്. അത് അട്ടിമറി അന്വേഷണം ADGP-യിലേക്ക് എന്നാണ്. നവകേരള സദസ്സ് രക്ഷാപ്രവർത്തനം ആദ്യ അന്വേഷണ റിപ്പോർട്ട് കീറിയെറിഞ്ഞു. വെള്ളപൂശിയ പുതിയ റിപ്പോർട്ട് ഉന്നതന്റെ നിർദ്ദേശപ്രകാരം AD തോമസ് MLA-യുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ഗൺമാൻ ഉൾപ്പെടെ 4 പേർക്ക് സസ്പെൻഷൻ സാധ്യത എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ദേശാഭിമാനിയിലേക്ക് വരുമ്പോഴൊരു വാർത്ത, ലൈഫിന് ബുൾഡോസർ എന്നാണ്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് ഒരു കൂരയൊരുക്കിയ പദ്ധതി നിർത്തലാക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജനയുഗത്തിലെ വാർത്ത, ഭൂമാഫിയകൾക്ക് പച്ചക്കൊടി എന്നാണ്. കയ്യേറ്റക്കാർക്ക് വേണ്ടി നിയമ ഭേദഗതിക്ക് തീരുമാനം. ആ തീരുമാനം രഹസ്യമാക്കി വെച്ചു. അത് VD സതീശൻ സർക്കാർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. പ്രതിമാസ ബാധ്യത 112 കോടി രൂപയാകും KSRTC സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ എന്നുള്ള കാര്യമാണ് ദീപിക ഇന്ന് ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി പറയുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ ലഭിക്കണമെങ്കിൽ 4 വർഷം സർവീസ് വേണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റി എഴുതുന്നു. വലിയ മാറ്റവുമായി സതീശൻ സർക്കാർ എന്ന് മെട്രോ വാർത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജന്മഭൂമിയിലെ വാർത്ത, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് സംവരണം എന്തിനെന്നുള്ളതാണ്. IAS-കാരുടെ മക്കൾക്കും സംവരണം നൽകണോ എന്ന് സുപ്രീം കോടതി ചോദിച്ചതാണ്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ സൗജന്യം അല്ലെങ്കിൽ അവർക്ക് സംവരണം വേണ്ടതുണ്ടോ എന്നുള്ള അത് ആലോചിക്കേണ്ടതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളതാണ്. വൈരാഗ്യം വേണ്ട എന്ന് വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് ഡൽഹി ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ്. വൈരാഗ്യം വേണ്ട, വിനേഷ് ഫോഗട്ട് മത്സരിക്കട്ടെ, ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. മാതൃത്വം പോരായ്മയല്ല എന്നാണ്. ഒളിമ്പിക്സ് താരം വിനേഷ് ഫോഗട്ടിനെ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ റെസ്ലിംഗ് ഫെഡറേഷനെ രൂക്ഷമായി വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി എന്നുള്ള വാർത്ത ഇന്ന് കേരള കൗമുദി ഒന്നാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പോർട്സുമായി ബന്ധപ്പെട്ട വാർത്ത ഉള്ളത്, അത് തലമുറകളുടെ നായകനായിട്ടുള്ള CR7 നിൽക്കുന്ന ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി തിളങ്ങിയ അസൽ നസർ എന്നാണ് അതിന് അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. 2002 സ്പോർട്ടിങ്ങിനൊപ്പം തുടങ്ങിയ കിരീട യാത്ര 2026 സൗദി പ്രോ ലീഗിലും തുടർന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നു. അതായത് കഴിഞ്ഞ 24 വർഷമായി പല തലമുറകളുടെ നായകനായി മാറിയ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചാണ് ഇന്ന് മനോരമ സ്പോർട്സിൽ അത് വളരെ ഭംഗിയായി അത് ചെയ്തിട്ടുണ്ട്. ദീപികയിലും അതോടൊപ്പം തന്നെ മാതൃഭൂമിയിലുമുള്ള 2 എഡിറ്റോറിയലുകളാണ്. അതിലൊന്ന്, ഈ പാറ്റകൾക്ക് എന്തോ പറയാനുണ്ട് എന്നാണ് ദീപിക പറയുന്നത്. ഈ പാറ്റകൾ എന്ന് പറയുന്നത് കോക്രോച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ പറയുന്നത്, ഈ പാറ്റകളുടെ ഇരമ്പലിന് രാഷ്ട്രീയ ഘടനയില്ല, പക്ഷേ സന്ദേശം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ ദുഷിപ്പുകളിൽ മനം മടുത്തവർ അതിലേക്ക് ആകൃഷ്ടരായിരിക്കുന്നു. അതായത് ഇപ്പോൾ ഈ പാറ്റകൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരല്ല അത് ചെയ്യുന്നതെങ്കിൽ പോലും, പക്ഷേ അതിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നതിൽ വലിയ രാഷ്ട്രീയം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ദീപിക പറയുന്നു. മടങ്ങാത്ത അതിഥികൾ വലയുന്ന കേരളം എന്നാണ് മാതൃഭൂമി ഇന്ന് അവരുടെ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അതിഥി തൊഴിലാളികളുടെ ക്ഷാമം കാരണം കേരളത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പലതും സ്തംഭനാവസ്ഥയിലാണ്. അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിലേക്കും മറ്റും പോയ അതിഥി തൊഴിലാളികൾ തിരികെ വരാതായതോടെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി കേരളം നേരിടുന്നു എന്നുള്ള കൂടി പറയുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ, വ്യത്യസ്തമായ വാർത്തകൾ ഇന്ന് പത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും 12-13 പത്രങ്ങളിലെ വാർത്തകളാണ് നമ്മളിപ്പോൾ വേഗത്തിൽ ഒന്ന് കണ്ടുപോയത്.